കളിക്ക് നീ അടുത്ത സ്റ്റാറാണ്. He is going to rock this Kerala. I am sure about it. Yes. And I am happy that നിങ്ങൾ ഇത് പ്രസന്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഭയങ്കര ഗംഭീരമാണ് ശരിക്കും. ബ്രോ പൊളിച്ചിട്ടോ. ഡാൻസ് പഠിക്കുന്നുണ്ടോ? ആണോ? ക്ലൈമാക്സ് ഒക്കെ കണ്ടപ്പോൾ എങ്ങനെ തോന്നി? എന്ത് തോന്നി ഇവിടെ നിന്നപ്പോൾ? എന്താ പറയാ, നമ്മള് ഇത്ര പ്രതീക്ഷിച്ചില്ല. നല്ല രസമായിരുന്നു. നല്ല വല്ലാത്തൊരു ഫീലായിരുന്നു. ഞാനും പെട്ടെന്ന് അതിനുള്ളിലേക്ക് പോയി. ഹാപ്പി അല്ലേ? വളരെ ഹാപ്പിയാണ്. ബ്രോ ഈ സിനിമയ്ക്ക് വേണ്ടി ഡാൻസ് പഠിച്ചാണോ ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിനിമയ്ക്ക് വിളിച്ചാണോ? മൈക്കിളെൻ്റെ ഞാൻ ചെയ്യുന്ന ഒരു ഐറ്റമാണ്. പക്ഷേ ഈ സിനിമയിൽ മറ്റുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ സിനിമയിൽ വന്നാണ് പഠിച്ചത്. ബൈ പ്രൊഫഷൻ എന്താ ബ്രോ? എൻ്റെ പ്രൊഫഷൻ ശരിക്കും മൈക്കിൾ ജാക്സൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് 3 മാസത്തോളം ഞങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു ഡാൻസിൻ്റെ. അങ്ങനെയാണ് പഠിച്ചത്. ഓഡീഷൻ എങ്ങനെയാ വിളിച്ചത്? ഓഡീഷന് സാർ വിളിക്കുകയാണ്. സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് പഴയ മൈക്കിൾ ജാക്സന്റെ കോസ്റ്റ്യൂം ഒക്കെ കിട്ടും. ഞാൻ ഇതിലേക്ക് എൻ്റെ പ്രൊഫഷനിലേക്ക് വരാനായിട്ട് ഏറ്റവും കൂടുതൽ എന്നെ പ്രചോദനം ചെയ്തത് തന്നെയാണ് ഈ മൈക്കിൾ ജാക്സൺ എന്നുള്ളൊരു ഒരു മുഖമുണ്ട് എനിക്ക്. അങ്ങനെ അപ്പം ഞാനതിനെ തേടി, പക്ഷേ എനിക്കറിയില്ലായിരുന്നു അതിന് എന്താണ് മൈക്കിൾ ജാക്സൺ എന്നുള്ളത് അറിയില്ലായിരുന്നു. പക്ഷെ അത് അറിഞ്ഞുകൂടി ഞാൻ അതിനെക്കുറിച്ച് പഠിച്ച് അങ്ങനെയാണ് ഞാൻ പിന്നെ ഇതിലേക്ക് പ്രൊഫഷനിലേക്ക് വന്നത്. ശരിക്കും ഡാൻസറാണ് ഞാൻ ഡാൻസ് വെച്ചാൽ ഡാൻസർ എന്നല്ല, ഞാൻ മൈക്കിൾ ജാക്സൺ ചെയ്യുന്നതാണ്. ഇപ്പോഴും ഡെയിലി പ്രാക്ടീസ് ഉണ്ടോ? ഡെയിലി പ്രാക്ടീസ് ഉണ്ട് ഇപ്പോഴും? ഡെയിലി എത്ര ടൈമാണ് പ്രാക്ടീസ് ഒക്കെ ചെയ്യാറ് സാധാരണ? അത് നമുക്ക് സമയം കിട്ടും. ഇപ്പം ജോലിക്ക് കയറിയതായിട്ടും കൊറോണ ഒക്കെ വന്ന സ്ഥിതിക്ക് നമുക്ക് പരിപാടികളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ജോലിക്ക് കയറി അതിന് സമയം ഉള്ള സമയം കൊണ്ട് തന്നെ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ ഒരു ഫീലുണ്ട്, എന്തെങ്കിലുമൊക്കെ ഈ സ്റ്റേജ് പരിപാടികളൊക്കെ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ലാസ്റ്റത്തെ കാലുകൊണ്ടുള്ള സ്റ്റെപ്പ് ഒന്നാണ് ഇവിടെ സ്റ്റെപ്പ് ഇതൊരു വലിയൊരു നല്ലൊരു സംഭവമായിട്ട് വരട്ടെ. ഡെഫിനറ്റ് ആയിട്ട് കളിക്ക് ഇതിനകത്തൊരു ഒരു രാഷ്ട്രീയം കൂടെ ഉണ്ട്. നന്നായിട്ട് ആഘോഷം നമുക്ക് നേരത്തെ തുടങ്ങണം. പങ്കെടുത്ത അൻസാറോടെ ഒന്നൊന്ന് വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. എടാ വൈഡൊന്ന് ഇച്ചിരി വൈഡാക്കാവോ? ഇച്ചിരി വൈഡാക്കി മ്യൂസിക് ആരെങ്കിലും സ്റ്റെപ്പിട്. ചെയ്ത റിസൾട്ട് തന്നെ എല്ലാവരും തിയേറ്റർ ഭയങ്കര കയ്യടിയൊക്കെ ഉണ്ടായ ഒരുപാട് മൊമെന്റുകൾ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് സ്ക്രീനിൽ കാണാൻ? ഭയങ്കര നമ്മൾ ഫുൾ ഔട്ട് കണ്ടിട്ടൊന്നുമില്ലേ, കുറച്ച് നമ്മൾ ഡബ് ചെയ്യുന്ന സംബന്ധിച്ചുള്ള ഇതൊക്കെ കണ്ടിട്ടില്ലേ.
അപ്പം മൊത്തത്തിൽ കണ്ടപ്പോൾ മൊത്തത്തിൽ ആ ഒരു ഫീലും വല്ലാത്തൊരു കുറേ വർഷത്തെ കഷ്ടപ്പാട് ഒരുമിച്ച് പെട്ടെന്ന് ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഇമോഷണലാണ്. അപ്പോൾ ഇവ എന്ത് പറയണമെന്ന് പറഞ്ഞാൽ ഫുൾ ക്രൂവിന് താങ്ക്സ് പറയണം. കണ്ടോണ്ടിരുന്നപ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു, എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊക്കെ. നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പം ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ എല്ലാവരും കാണണം. ഫുൾ ആക്ച്വലി ഫുൾ ക്രൂവിന് എല്ലാവരും തന്നെ നിങ്ങൾ കാണാൻ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളാണ് നമ്മളെ വിജയിപ്പിക്കേണ്ടത്. നിങ്ങളുടെ കയ്യിലാണ് എല്ലാവരും. എല്ലാവരും പോയി കാണണം പ്ലീസ് ആൻഡ് സപ്പോർട്ട് us. Thank you. എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ? നിങ്ങൾക്ക് ഇല്ല സീരിയസ്ലി ഓക്കെ നൈസ്. തിയേറ്ററിൽ തന്നെ പോയി കാണണം എല്ലാവരും. പറയാൻ വാക്കുകളില്ല. അമേസിംഗ്. കളറാക്കി ഒരു നൈറ്റ് കാണും, നാളെ രാവിലെ ഫുൾ ഓഡിയൻസ് കയറണം. നല്ല മൂവിയായിരുന്നു. റിയലി ലൈക്ക് ഇറ്റ്. എല്ലാവർക്കും വളരെ